ഇപ്പൊ ഡോക്ടറെ കാണേണ്ട ഒരാവശ്യമില്ല. സച്ചി, നീ വീട്ടിലേക്ക് വണ്ടി വിട്ടോ? അയ്യോ, ഞാൻ ടോക്കണൊക്കെ ബുക്ക് ചെയ്തല്ലോ. എന്തായാലും ഇവിടെ വരെ എത്തിയില്ലേ, ഇനിയിപ്പോ എന്തായാലും അങ്ങ് കാണിച്ചിട്ട് പോവാം. വേണ്ട ആന്റി, ഞാനാണെങ്കി ഞാൻ ഭയങ്കര ടയേർഡാ. നമുക്കേ വേറൊരു ദിവസം ഡോക്ടറെ കാണാം. അയ്യോ, ടയർഡാണോ? അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ കാണിക്കണം. എന്തോ പ്രശ്നമുണ്ട്. സച്ചി, ഒരു പ്രശ്നവുമില്ല, വണ്ടി വീട്ടിലേക്ക് വിട്. എന്താ ശ്രുതി മോളെ ഇത്? നീ എന്തിനാ ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നേ? ഞാൻ ടോക്കൺ വരെ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? എന്തായാലും നമ്മളിന്ന് ഡോക്ടറെ കാണും. മോളെ മിണ്ടാതിരിക്കട്ടോ. ഡോക്ടറെ കണ്ട ഞാൻ പ്രഗ്നന്റ് അല്ല, കള്ളം പറഞ്ഞാണെന്ന് ഇവർക്ക് മനസ്സിലാവും. അതോടെ എല്ലാം അവസാനിക്കും. ഇവർ പിന്നെ ഈ ജന്മം എന്നെ വീട്ടിൽ കയറ്റില്ല. നീ എന്താടി കരുതിയേ ഞാൻ മണ്ടിയാണെന്നോ? അല്ല, ശ്രുതിയെ ഹോസ്പിറ്റലിൽ കാണിക്കുന്ന കാര്യം അമ്മേനോട് പറഞ്ഞില്ലായിരുന്നല്ലോ. നിന്നോട് എന്തിനു പറയണം മോനെ? പ്രസവം കഴിയുന്നവരെ ഇവൾ എന്റെ കയ്യിലല്ലേ. ഇനി ഇവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. നീയേ ഒന്നും അറിയണ്ട. ശ്രുതി, ദേ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം കണ്ടോ? എന്റെ പൊന്നമ്മ. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ശ്രുതി വാ. അല്ല, അത് മോളെ ശ്രുതി, ഇറങ്ങ മോളെ. വാ ആന്റി. ഇറങ്ങ ശ്രുതി. എന്താ നീ ഇറങ്ങാത്തെ? നല്ല ക്ഷീണം ഉണ്ടാവും. പാവം, നടക്കാൻ പോലും പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അതാണോ ഇറങ്ങാത്തെ? അല്ല, അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പ്രശ്നമൊന്നും കണ്ടില്ലല്ലോ. അല്ല, അത് പിന്നെ എടാ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവസ്ഥയല്ല ഇപ്പോ. ഈ സമയത്ത് ഇങ്ങനെയൊക്കെയാ അല്ലേ അമ്മേ? ആണോ? ആ, പെട്ടെന്ന് ക്ഷീണം വരും, പോവും. പിന്നെയും ക്ഷീണം വരും, പോവും. അയ്യോ, എങ്കിലേ ഞാൻ പോയി ഒരു വീൽ ചെയർ എടുത്തിട്ട് വരാം. വീൽ ചെയറോ? സ്ട്രെച്ച് എടുത്തിട്ട് വാടാ. ശരിയാ, നീ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി പെട്ടെന്ന് എടുത്തിട്ട് വരാം. അതൊന്നും വേണ്ട സുധി. അയ്യോ, വേണം വേണം വേണം. ഇപ്പൊ വരേ. ആന്റി, അതൊന്നും വേണ്ട ആന്റി. ഡോക്ടർ കാണിക്കൊന്നും വേണ്ട. എന്തിനാ മോളെ വാശി പിടിക്കുന്നേ? നീ മിണ്ടാതിരിക്കേ. അത് ഈ ഹോസ്പിറ്റൽ അത്ര നല്ലതൊന്നും അല്ല. നമുക്ക് നാളെ വേറൊരു നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാം. ഏയ്, ഇത് നല്ല ഹോസ്പിറ്റലാ. ഇവിടെ കിട്ടുന്ന ചികിത്സ ഈ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലും കിട്ടില്ല. മാത്രമല്ല, അമ്മായിമ്മ നോക്കിയില്ല, നല്ല ചികിത്സ കൊടുത്തില്ല എന്നൊക്കെ നാട്ടുകാരെ നാളെ പറയരുതല്ലോ, അല്ലേ അമ്മേ? ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തിയാൽ ഞാൻ പ്രഗ്നന്റ് അല്ലാന്ന് മാത്രമല്ല, ഞാൻ മുന്നേ പ്രസവിച്ചിട്ടുണ്ടെന്നും ഇവരറിയും. അതോടെ എല്ലാം അവസാനിക്കും. എന്താ ഇപ്പൊ ചെയ്യാ?